വയനാട് പിണങ്ങോട്ടെ വീട്ടമ്മയായ നസീറ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ താരമാണ്. തൊണ്ടയിൽ കുടുങ്ങിയ എല്ല് എടുത്തു മാറ്റി ഒരു തെരുവ് നായെ രക്ഷിച്ചു നസീറ. ആ രക്ഷപ്പെടുത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ വൈറലായത്. സെബിയത്ത തൊഴിലുറപ്പ് കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ ഒരു നായ റോട്ടിൽ കണ്ട് തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞേ. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, തായർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഓനെ വിളിക്കല്ലേ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് തായറിനോട് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ പെങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു ഒരു നായ ഇതിലേ വരുന്നുണ്ട്, അതാണെന്ന് തോന്നുന്നു പറഞ്ഞു. വന്നിട്ട് നോക്കുമ്പോൾ അത് പുറകിൽ ഞങ്ങൾ വേസ്റ്റ് ഇടുന്ന അവിടെ ഉണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വായി വെച്ചിട്ട് ഒരയ്ക്കുന്നുണ്ട്. പിന്നെ അധികം സമയമൊന്നും കണ്ടില്ല, അത് താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞെന്നാൽ ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അത് കയറിയിട്ട് എൻ്റെ മുമ്പിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ഇങ്ങോട്ട് വാ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞേ. അപ്പോൾ ചെറിയ കുട്ടികൾ കയറി വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് ഒന്ന് തലന്ന് തൊട്ട് നോക്കി. അപ്പോൾ അത് എന്താ ഒന്നും ചെയ്യൂലെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇരുന്നുണ്ടാകുന്നു, അതേപോലെ അത് ഇരുന്നാന്ന്. അപ്പം ഞാൻ എന്താക്കി ഇവരെ ഒരു കൊള്ളിയൊക്കെ കൊണ്ടുതന്ന് അങ്ങനെ എടുത്ത് കുറച്ച് സമയം ഉണ്ടാക്കേണ്ടി വന്ന്, കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അതൊന്നും കൂടെ വായി തുറന്നു തന്ന്. അപ്പോൾ പിന്നെ എടുക്കാൻ എളുപ്പമായി. എനിക്ക് തോന്നിയില്ല നായ അങ്ങനത്തെ ഒരു അവസ്ഥയിലാകുമ്പോൾ നമുക്ക് എന്തായാലും നമ്മളോട് പ്രതികരിക്കില്ല എന്നുള്ള ഉറപ്പാണ്, അത് രക്ഷപ്പെടണം എന്നുള്ള. അപ്പം എനിക്ക് അന്നേരം അങ്ങനെ ഒരു ധൈര്യം തോന്നി, ഞാൻ ചെയ്ത് നോക്കി. മാറിയോ? വേദനക്ക് മാറി? തൊടല്ലേ തൊടല്ലേ ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് അതുപോലെ റോട്ടിൽ നിന്ന് കണ്ട്. അപ്പോൾ പെങ്ങളെന്നോട് പറഞ്ഞു അമ്മായി നിങ്ങളെ നായ ഇതാ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ മുമ്പിൽ വന്ന് രണ്ട് മുട്ട് കുത്തിയിട്ട് കൈ ഇങ്ങനെ മനുഷ്യന്മാരെ പോലെ തന്നെ ഇങ്ങനെ തന്നെ കൈ കൂപ്പിയിട്ട് ഞാൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന്. അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്തേക്ക് വിളിച്ചപ്പോൾ അത് വന്ന് എൻ്റെ അടുത്ത് ഞാൻ അതിൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിച്ച്. അപ്പോൾ അത് അതിൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ ചോറ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പുറകിൽ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് ചോറൊക്കെ കഴിച്ചിട്ട് അത് പോയി. പിന്നെ വരും, ഇന്ന് ഇവിടെ വന്നിട്ട് രാവിലെ ഇന്നലെയൊക്കെ വന്ന് നോക്കിയിട്ട് അതായത് എന്നാള്